നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ട്, ഗൂഗിളിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ലൊക്കേഷനിൽ യാത്ര ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. പേടിക്കണ്ട, നമുക്ക് കാണുന്ന സ്ഥലത്ത് വെച്ചത് ഡിലീറ്റ് ചെയ്യാനും ഇനി അത് കാണാതിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ് സെറ്റിങ്സ് നമുക്ക് നോക്കാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആക്ടിവിറ്റി എന്നതുപോലെ ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കുറേ ആക്ടിവിറ്റി കൺട്രോൾസ് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾസ് എന്നുള്ള ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണിക്കും. ഇതിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിലെ ഹെഡിങ് തന്നെ നോക്കുക, പേഴ്സണലൈസേഷൻ സെറ്റിങ്സ് എന്നാണ്. നമ്മളെ പേഴ്സണലായിട്ടുള്ള ഡാറ്റകൾ കാണിക്കുന്ന സെറ്റിങ്സാണ്. ഇതിനകത്ത് കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ ഇൻ സെർച്ച് സർവീസ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നോ ഗൂഗിൾ അക്കൗണ്ടിനകത്ത് അത് മുഴുവൻ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് നൽകും ഗൂഗിൾ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഞാനിത് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണത്ത് ഇത് ഓഫാണ് നോക്കുക. ഓഫ് അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വായിച്ച് നോക്കി കാണാൻ സാധിക്കും ഇൻക്ലൂഡിങ് യുവർ ജനറൽ ലൊക്കേഷൻ. നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം ഇത് നിങ്ങളുടെ ഡാറ്റകൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾക്കോ വെബ്സൈറ്റുകൾക്കൊക്കെ നിങ്ങളുടെ ഡാറ്റകൾ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫോണിനകത്ത് ടേൺ ഓഫ് നേരം കാണാൻ സാധിക്കുക. നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ മാനേജ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്നുള്ള ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സെർച്ച് ചെയ്ത് സർവീസ് ഹിസ്റ്ററി കാണാം. അതുപോലെ തന്നെ ലൈക്ക്ഡ്, ഫോളോവഡ്, നോട്ട് ഇൻട്രസ്റ്റഡ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തുകൊണ്ട് ഇതെല്ലാം എൻ്റെത് ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ കാണാൻ സീറോ ഐറ്റം എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നോക്കി വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കിവിടെ മാനേജ് ഓൾ വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ബ്ലൂ കളർ ലെറ്റർ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് നോക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ കണ്ടു, ഏതൊക്കെ ആപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു, നോക്കി ഏതൊക്കെ ഗൂഗിളിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ വലിയൊരു ലിസ്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൗസിങ് ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇവിടെ വന്ന് നിങ്ങൾ എന്തൊക്കെ കാണുന്നു, ഏതൊക്കെ വീഡിയോകൾ കണ്ടു, ഏതൊക്കെ ആപ്പ് ഉപയോഗിച്ചു, ഏതൊക്കെ ലൊക്കേഷൻ നിങ്ങൾ യാത്ര ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ യെസ്റ്റർഡേ എന്ന് കാണാം. അത് ഇന്നലെ എത്തത്, ടുഡേ എന്നുള്ളത് ഇന്നത്തെ, അങ്ങനെ ഓരോ ദിവസത്തെയും പ്രത്യേക ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലോട്ട് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ലാസ്റ്റ് ഹവർ, അവസാന മണിക്കൂറിൽ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള ഈ ഹിസ്റ്ററികൾ, ഡീറ്റെയിൽസ്, വീഡിയോസ് കണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ആപ്പുകൾ ഓപ്പൺ ചെയ്തൊക്കെ ലാസ്റ്റ് ഹവർ, അവസാന മണിക്കൂറിൽ കണ്ടത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ലാസ്റ്റ് ഹവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് കംപ്ലീറ്റ് എന്ന് കാണും. താഴെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ഈ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഡേയ്സ് ഉണ്ട്, ഓൾവേസ് ഉണ്ട്, കസ്റ്റം റേഞ്ചിൽ നമുക്കൊരു പ്രത്യേക ദിവസത്തിൽ മാത്രം ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലാവധിയിൽ മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം റേഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഡേറ്റ് നിങ്ങൾക്ക് എത്ര ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡേറ്റ് സെറ്റ് ചെയ്ത് താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളായിട്ട് ഇങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിൾ തന്നെ ഡിലീറ്റ് ചെയ്ത് തരും. അതിനുവേണ്ടി ഇവിടെ താഴെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള അടുത്തൂടെ 18 മാസം എന്നാണ് കാണുന്നത്. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം 3 മാസം എന്നുള്ളത്. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 3 മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ 3 മാസം ആകുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്ററി, താഴെ ഭാഗത്തേക്ക് കാണുന്ന ഹിസ്റ്ററി നമുക്ക് ആരും കാണേണ്ടതെന്ന്, അത് കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഡിലീറ്റ് എന്നുള്ളതിന് തൊട്ട് മുകളിലായിട്ട് മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ചെറിയൊരു ലെറ്റർ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും വലിയൊരു മെസ്സേജ്. താഴെ 2 ഓപ്ഷൻ ഉണ്ട്, റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനും ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ കാണുന്ന ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്താണെങ്കിൽ നിങ്ങളെടുത്ത് നേരെ മുകളിലുള്ള റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള
ഭാഗത്ത് സെലക്ട് കൊടുക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വരും. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ ലോക്ക് ചോദിക്കും, ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. ഫോണിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഫിംഗർ പ്രിൻറ്റ് കൊടുത്ത് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു ലോക്ക് ചിഹ്നം കാണിക്കും. പിന്നെ അവർക്കത് കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ താഴെ വെരിഫൈ എന്നുള്ള ഒരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മാത്രമേ അവർക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ യൂട്യൂബ് ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ കാണാം യൂട്യൂബ് ഹിസ്റ്ററി എന്ന്. അതും താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ മാനേജ് യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ നമ്മൾ കണ്ട വീഡിയോകളൊക്കെ കാണും. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്യാനും ഓട്ടോ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോക്ക് ഇട്ട് സൂക്ഷിക്കാനൊക്കെ സാധിക്കും. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ ഫോണിനകത്തിരുന്ന് ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.